15 കൊല്ലം കഴിഞ്ഞ് നമ്മളെ വണ്ടികളെല്ലാം പൊളിച്ചു കളയണമെന്നുള്ള ഒരു മിഥ്യാധാരണ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 15 കൊല്ലം കഴിഞ്ഞ എൻ്റെ അംബാസിഡർ കൊണ്ടുപോയി നമ്മൾ MVD എടുത്ത് ടെസ്റ്റിന് ഹാജരാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. നമസ്കാരം, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ പല സുഹൃത്തുക്കളും എന്താണ്ട് നമ്മുടെ അമ്പിക്കുട്ടൻ്റെ റിവീലിങ്ങും കാര്യങ്ങളും എല്ലാം കണ്ടല്ലോ. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ഒരു ചാനലിൻ്റെ ഒരു ഐക്കണായിട്ട് നമ്മുടെ വണ്ടി കാണും. അപ്പം നമ്മളിന്ന് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഈ വണ്ടി എടുത്തത് മുതൽ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവരും പറയുന്ന വണ്ടി ഒരിക്കലും ടെസ്റ്റ് ആകത്തില്ല, 15 കൊല്ലം കഴിഞ്ഞാൽ ആക്രിക്ക് കൊടുക്കണം, നമ്മുടെ സ്ക്രാപ്പ് പോളിസി വരെയാണ്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ വരെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു വണ്ടി ടെസ്റ്റൊന്നും പാസ്സാകത്തില്ല എന്ന് ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഒരു തെറ്റായ ഒരു ധാരണയുണ്ട്. അപ്പോൾ അത് തിരുത്തുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇനി 5 കൊല്ലത്തേക്ക് വണ്ടിയുടെ ഫിറ്റ്നസ്സും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. ഇന്നായിരുന്നു നമ്മുടെ ഇത് നടന്നത്, നമ്മുടെ വണ്ടിയുടെ ടെസ്റ്റ് ഇന്നായിരുന്നു. അപ്പം നമുക്ക് ടെസ്റ്റ് നമ്മുടെ വണ്ടി നല്ല രീതിയിൽ തന്നെ പണിഞ്ഞതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല. MVD ഒക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ അടുത്ത് ഒരു ഇത് കാണിക്കാതെ വണ്ടിയുടെ കറക്റ്റ് എൻജിൻ നമ്പറും ചേസ് നമ്പറും എല്ലാം നോക്കി നമ്മുടെ കളർ ചേഞ്ചും കാര്യങ്ങളും എല്ലാം നോക്കി പേപ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ അരുണേ വാ. അപ്പം ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലേ, ഈ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. അതായത് കേന്ദ്ര നിയമം ഒരു സ്ക്രാപ്പേജ് പോളിസി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് അത് ഇപ്പോഴൊന്നും ഒരിക്കലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ സ്ക്രാപ്പേജ് പോളിസി എന്ന് വരുമ്പോൾ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് സെൻറ്ററും കാര്യങ്ങളുമൊക്കെ വേണം. അത് ഒരു സെൻറ്റർ തുടങ്ങുന്നതിന് തന്നെ ഒരുപാട് കോടിക്കണക്കിന് രൂപ ചിലവുള്ള ഒരു സംഭവമാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു സ്ഥലത്ത് എന്താണ് മലപ്പുറത്ത് എന്താണ് ഉണ്ടെന്ന് വന്നു ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റി സെൻറ്റർ. അത് കോടികൾ മുടക്കി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊന്നും വരാത്തിടത്തോളം കാലം അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ വണ്ടി നമുക്ക് 4 ചാൻസ് എന്താണ്ടേ ഉണ്ട്. ആ 4 ചാൻസിലും ഫെയിലായി വണ്ടി ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ കണ്ടം ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ സ്ക്രാപ്പേജ് പോളിസി പോകും. കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. ഡൽഹിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിഷയമായിട്ടുണ്ട്. ഇപ്പം 10 കൊല്ലമല്ലേ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പം അരുണേ, നമ്മൾ വണ്ടി ഫുൾ കാര്യത്തിന് നമ്മുടെ കൂടെ നിന്നെയും നമ്മുടെ വണ്ടിയുടെ ഫുൾ കാര്യങ്ങൾ റെഡിയാക്കി തന്ന അരുണാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ നമ്മുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത ശരത്താണ് ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അവന് ക്യാമറയുടെ മുമ്പിൽ വരാൻ ഭയങ്കര നാണക്കേട്. ഇതിൻ്റെ അകത്ത് അവൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം അല്ലേ? നമ്പർ കൊടുക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉത്തരവാദിത്വപൂർവ്വം ടെസ്റ്റും കാര്യങ്ങളും എല്ലാം നമ്മുടെ ശരത്ത് ചെയ്തു തരും. അപ്പോൾ അരുണെ, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വണ്ടിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ 5 വർഷത്തേക്കുള്ള നമ്മുടെ ഇതാണ് ഫിറ്റ്നസ് ആണ് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ടാക്സിൻ്റെ ഒരു എമൗണ്ട് 10,500 രൂപയാണ്. പിന്നെ നമ്മൾ അതിൻ്റെ കോമ്പൗണ്ട് ഫീസ് എന്ന് പറഞ്ഞൊരു 3000 രൂപ, പിന്നെ കളർ ചേഞ്ചിന് ഒരു 500 രൂപ, പിന്നെ ഒരു ഗ്രീൻ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അതിനൊരു 800 രൂപ എടുത്തായിട്ടുണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഓരോ വണ്ടിയുടെ അനുസരിച്ച് ചാർജിങ് റേറ്റിലും വ്യത്യാസം വരുന്നുണ്ട്. ഇതിപ്പം ടാക്സി വണ്ടിയാണെങ്കിൽ 10,500 ആവും. 10,500. അത് ഓരോ വണ്ടിയുടെ CC അനുസരിച്ചിട്ടാണ്. ഇതിപ്പോൾ 1500 CC ആയതുകൊണ്ട് ചാർജ് ഇച്ചിരി കൂടുതലാണ് അല്ലേ ശരത്തെ? അല്ലാതെ നമുക്ക് നോർമലായിട്ടുള്ള ഒരു വണ്ടിക്കൊന്നും ഇത്ര ആവത്തില്ല. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇതിപ്പോൾ ടെസ്റ്റിന് വേണ്ടി നമുക്ക് എത്ര രൂപ നമുക്ക് ഇപ്പോൾ ചിലവായിട്ടുണ്ട്? ടെസ്റ്റിന് വേണ്ടി ഏകദേശം നമുക്കൊരു 18 രൂപ അടുത്തായിട്ടുണ്ട്. 18 രൂപ നമുക്ക് മൊത്തത്തിൽ വന്നിട്ടുണ്ട്. 5 വർഷത്തേക്കാണ്. 5 വർഷത്തേക്ക്. അതായത് വണ്ടി ഫുള്ള് കണ്ടീഷനിൽ. അതേപോലെ തന്നെ എല്ലാവർക്കും ഒരു തെറ്റായ ഒരു ധാരണയുണ്ട്. നമ്മുടെ വണ്ടി ഇപ്പോൾ 15 കൊല്ലം ടെസ്റ്റായ വണ്ടി നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റിങ് ക്വാളിറ്റി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോളിഷ് ചെയ്ത് ആ ഒരു ബാക്കിയുള്ള സ്ക്രാച്ചസ് ഒക്കെ മാറ്റി ബോഡി വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് അങ്ങനെ ചില RTOs എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി നല്ലപോലെ ചെക്ക് ചെയ്യുമായിരുന്നു. കാരണം നമ്മുടെ RTO ഫുള്ള് നമ്മുടെ വണ്ടിക്ക് വണ്ടി ഇവിടെ ചെല്ലുമ്പോഴേ അവർക്ക് ആ ക്വാളിറ്റി മനസ്സിലായി. ചില വണ്ടിയൊക്കെ ഒപ്പിച്ചു വരും, അതുകൊണ്ട് അവർ അടിച്ച് പെറുക്കി നോക്കിയിട്ട് അവർ വിടത്തുള്ളൂ. നമ്മുടെ വണ്ടി പിന്നെ ഏത് RTOയും കണ്ടു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ പറയുന്നത് പോലെ അവർക്ക് അത്ര ആ ഒരു ക്വാളിറ്റിയിൽ നമ്മളത് ചെയ്തിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് വന്നില്ല. നമ്മൾ ഇൻഡിക്കേറ്ററും ഹെഡ്ലൈറ്റും അതേപോലെ തന്നെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളും എല്ലാം ഇട്ട് പിന്നെ നമ്മുടെ പൊല്യൂഷൻ്റെ പേപ്പർ ഈ ഒരു സംഭവമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പാസ്സാവും. ഇതിപ്പം വണ്ടി നമ്മളിപ്പോൾ ഇച്ചിരി ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത്രയൊന്നും പൈസ മുടക്കാതെ ഇപ്പോൾ ഒരു സാധാരണ ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ പെയിൻറ്റിങ് ചെയ്യലുണ്ടെന്നുണ്ടെങ്കിൽ അല്ല, നല്ല ക്വാളിറ്റി നോക്കുവാണെങ്കിൽ ഇപ്പോൾ 15 വർഷം കൊണ്ട് ഇപ്പോൾ ഇറങ്ങുന്ന, അതായത് ഈ അംബാസഡറാണ് ഇച്ചിരി ബോഡി പ്രശ്നമുള്ളത്. 15 വർഷമൊന്നും പെയിൻറ്റ് ഇരിക്കത്തില്ല അംബാസഡറിൽ. അപ്പം ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളെന്നൊക്കെ പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലാണ്. ഇപ്പോൾ നമ്മുടെ സെറാമിക്കൊക്കെ ചെയ്തിരിക്കുന്ന വണ്ടിയൊക്കെ ആണെങ്കിൽ 15 വർഷം അല്ല 20 വർഷം കഴിഞ്ഞാലും പെയിൻറ്റ് ഡൗൺ ആകത്തില്ല. നമുക്ക് പോളിഷ് ചെയ്ത് എനിക്ക് അടുത്ത പ്രാവശ്യം എന്തൊക്കെയായാലും നമ്മുടെ വണ്ടിക്ക് ടെസ്റ്റിന് വേണ്ടി 5 പൈസ എനിക്ക് മുടക്കണ്ട. നമ്മുടെ വണ്ടിക്ക് തുരുമ്പ് വരായിരുന്ന മാത്രം ഇത് മാത്രമേ നമ്മുടെ ഈ പിന്നെ നമ്മുടെ ഇതിൻ്റെ ഇൻസ്പെക്ഷൻ ഫീയും കാര്യങ്ങളും മാത്രമേ, സർവീസ് ഫീ മാത്രമേ ആവത്തുള്ളൂ. അതാകുമ്പോൾ ഇത്രയും പൈസ ചിലവില്ലല്ലേ ശരത്തെ? നമുക്ക് ഇതിൻ്റെ ഓഫീസ് ചിലവും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ, പേപ്പർ വർക്കിൻ്റെ കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ എനിക്ക് 5 കൊല്ലം കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു വണ്ടി
നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്നത് പോലെ യാതൊരു വിധത്തിലുള്ള മെയിൻ്റനൻസോ കാര്യങ്ങളോ വരുന്നില്ല. അടുത്ത 5 കൊല്ലത്തേക്ക് നമുക്ക് ഫിറ്റ്നസ്. നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി ഉണ്ട് 2-3 സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ നിൽക്കുന്ന നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മാനേജറാണ് നമ്മുടെ DG അമ്യൂസ്മെൻ്റ് ഇല്ലേ. സാറിൻ്റെ പേരെങ്ങനെയായിരുന്നു? ബെന്നി. എങ്ങനെയാണ് സാറിൻ്റെ പേര്? നമ്മൾ രണ്ടുപേരും തന്നെ അല്ലേ മാനേജ് ചെയ്യുന്നില്ലേ? ഓക്കെ. അപ്പം നമ്മുടെ വണ്ടി വീഡിയോ ഇതിനു മുമ്പ് കണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ കണ്ടു. നിങ്ങളെ ഷോറൂമിൽ നടക്കുമ്പോൾ ഞാൻ കണ്ടായിരുന്നു. കണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് തിരിച്ചിങ്ങോട്ട് വന്നതല്ലേ? അതെ. എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഇവിടെ കൊല്ലത്ത്? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലാതെ പോയില്ലേ? കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടെ. അപ്പോൾ നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ നമ്മുടെ എവിടെയാണ് സാറിൻ്റെ സ്ഥലം? എവിടെയാണ്? തൃശ്ശൂരല്ലേ? കമ്പനി പാലക്കാടല്ലേ? അപ്പം നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഇത് കണ്ടിട്ട് സാറും ഇതേപോലെ ഒരു അംബാസഡർ എടുക്കാൻ തീരുമാനിച്ചു? തീർച്ചയായിട്ടും അതെടുക്കണം. ഓക്കെ. അപ്പോൾ നമ്മുടെ മിസ്റ്റർ ഗോബോട്ടിൽ അരുണിനെ വിളിച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും ചെയ്ത് തരും, നമ്പറും ഡീറ്റെയിൽസും എല്ലാം തരാം. ഫുള്ള് നമ്മളിപ്പോൾ ഇന്നായിരുന്നു നമ്മുടെ വണ്ടിയുടെ ടെസ്റ്റ്. നമുക്കൊരു ഡ്രീമാണ് അംബാസഡറിന് മേടിക്കണം എന്നുള്ളത്. മറ്റു കാറിനേക്കാളും ഒരു ഇഷ്ടം. അതെ. പണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടുതൽ ഇപ്പോഴത്തെ യങ് ജനറേഷൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഈ വണ്ടി കൊണ്ട് ചെല്ലുമ്പോൾ കൂടുതലും പിന്നെ കുറച്ച് നമ്മുടെ പിന്നെ ചേട്ടനെ പോലെയും അതേപോലെ തന്നെ കുറച്ച് ഈ വണ്ടിയായിട്ട് ഒരുപാട് സഹകരിച്ചിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ ഇതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത്. നിങ്ങളുടെയൊക്കെ ആ ഒരു സമയത്ത് നിങ്ങൾക്കൊക്കെ ഒരു വികാരമായിരുന്നില്ലേ? അതെ. പിന്നെ അംബാസഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികാരം തന്നെയല്ലേ. അതിപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ നേരത്തുനിന്ന് പോയതിന് ശേഷം ഈ വണ്ടികൾ കാണുമ്പോൾ നമുക്കൊരു ആകർഷണം. ഇതുപോലെ വണ്ടി നമുക്ക് ഒരെണ്ണം മേടിക്കണം, വേറെ കിട്ടാനൊന്നുമില്ല ഷോറൂമിൽ ഓടിയാ. ആരെങ്കിലും പോയി ഇതുപോലെ പുള്ളിയെ പോലുള്ള ആളുകൾ നന്നായി ചെയ്തു തന്നാൽ അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കാം. അതെ. അതൊരു ഇവർ വേണം. ഇവരുണ്ടെങ്കിലാണ് വണ്ടി ഇങ്ങനെ ആവുള്ളൂ. അതെ. എന്തായാലും വളരെ സന്തോഷമുണ്ട് വന്നതിലും കണ്ടതിലും പരിചയപ്പെട്ടതിലും. അപ്പം നമുക്ക് ബാക്കി നമ്മുടെ ടെസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം പറയാം. സാറ് പിന്നെ യാത്രയാക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം പറയാം. സാറ് എങ്ങനെയുണ്ട് വണ്ടി? ഇഷ്ടപ്പെട്ടു? സൂപ്പറായിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഇനി അടുത്ത എവിടെയാ? ഇനി നമ്മുടെ ഇനി തൊട്ടടുത്ത് ഉണ്ടോ? കൊല്ലത്ത് ഇനി ഉടനെ ഉണ്ടോ? ഇല്ലല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇട്ട് എടുക്കാൻ പറ്റി. അതെല്ലാം വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് കണക്കത്തെ ഒരുപാട് ഇതുണ്ടോ, സെറ്റുകളുണ്ടോ? ഉണ്ടല്ലേ? വേറെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാലും നമുക്ക് ബാക്കി ഡീറ്റെയിലോട്ട് കിടക്കാം. ബാക്കി ടെസ്റ്റിൻ്റെ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പം നമ്മുടെ ഇത് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 15 കൊല്ലം കഴിഞ്ഞ വണ്ടികൾ പൊളിച്ച് കളയണമെന്നുള്ള ഭയങ്കര വലിയൊരു മിഥ്യാധാരണ ഉണ്ടായി. ഇപ്പോൾ തൊട്ട് മുമ്പ് വന്ന സാറും ടെസ്റ്റൊക്കെ പാസ്സായെന്നോ ചോദിച്ചാൽ ടെസ്റ്റൊക്കെ പാസ്സായി കിട്ടുമോ അതോ വണ്ടി പൊളിച്ച് കളയണമെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ യൂസ്ഡ് കാർ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ടെസ്റ്റ് ആവുന്ന വണ്ടി അടുത്ത കൊല്ലം ടെസ്റ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വണ്ടി ഇനി പൊളിച്ച് കളയാനേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇതിനകത്ത് ഗ്രീൻ ടാക്സ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട്. അതായത് 15 കൊല്ലത്തിന് ശേഷമുള്ള വണ്ടിയൊക്കെ എല്ലാവർക്കും നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഗ്രീൻ ടാക്സ് എന്ന് പറഞ്ഞാൽ ഹരിത നികുതി അടയ്ക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഹരിത നികുതി നമുക്ക് ഇത് എത്ര രൂപയാണ് വന്നത്? 500 രൂപ. ഓക്കെ. ഓരോരുത്തർ പറയുന്ന പറഞ്ഞാൽ ഗ്രീൻ ടാക്സ് ഭയങ്കര ഒരു എമൗണ്ട് അല്ലേ, ഗ്രീൻ ടാക്സ് എങ്ങനെ അടയ്ക്കും, ഗ്രീൻ ടാക്സ് ഒക്കെ ഒരുപാട് വരും. അങ്ങനെയൊന്നുമല്ല. എൻ്റെ വണ്ടി 1500 cc ഡീസൽ എഞ്ചിനാണ്, സ്ട്രൈഡ് എഞ്ചിനാണ്. ഈ വണ്ടിയുടെ ഗ്രീൻ ടാക്സ് വെറും 500 രൂപയാണ്. നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ ടാക്സും റോഡ് ടാക്സും അതും എല്ലാം കൂടെ എത്ര രൂപയായിട്ട്? 1500 രൂപ അതിന് നമുക്ക് വന്നിട്ടുണ്ട്. അതായത് ഏതാ ശരത്തെ? ഫൈനും കൂടെ ചേർത്തില്ലേ? അതായത് നമ്മുടെ ഈ ഒരു വണ്ടി ടെസ്റ്റിൻ്റെ സമയം കഴിഞ്ഞിട്ടാണ് പേപ്പറൊക്കെ സബ്മിറ്റ് ചെയ്തത്. അതുകൊണ്ട് നമുക്കൊരു ഫൈനായിട്ടൊരു 3000 റുപ്പീസ് നമുക്കൊരു ഫൈൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലേറ്റ് ഫീ ആയിട്ട് 300 രൂപ. അങ്ങനെ ഒരു 3300 രൂപ നമ്മുടെ. അതായത് അത് ഈ ഡേറ്റ് കഴിഞ്ഞാലാണ്. അഥവാ ഇപ്പം ഡേറ്റ് കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഈ പൈസയും കൂടെ കുറഞ്ഞിരിക്കും. നമ്മൾ ഡേറ്റ് നമ്മുടെ വണ്ടിയുടെ ടെസ്റ്റിൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തത്. അതുകൊണ്ട് ആ ഒരു ലേറ്റ് ഫീയും അതേപോലെ തന്നെ ഈ ഒരു 3000 റുപ്പീസ് ആ ഒരു ഫൈനും കൂടെ 3300 രൂപ നമുക്ക് വന്നിട്ടുണ്ട്. 110 രൂപ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആർ ടി ഒ ഫീസ്. അതേപോലെ തന്നെ നമ്മുടെ MVD-മാരാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഞാനിപ്പോൾ ശരത്ത് വഴിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ശരത്ത് തന്നെ നമുക്ക് വേണ്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു. അപ്പോൾ MVD ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വണ്ടിയുടെ ബോണറ്റ് തുറന്ന് നമ്മുടെ എൻജിൻ നമ്പർ, ചേസ് നമ്പർ അത് ജസ്റ്റ് ഒന്ന് ബോണറ്റ് ഒന്ന് തുറക്കാമോ? നമ്മുടെ അംബാസിഡർ ഉള്ളവർക്കാണ്, പുതുതായിട്ട് എന്നെ പോലെയൊക്കെ അംബാസിഡർ എടുക്കുന്ന സുഹൃത്തുക്കൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഇല്ല മോനെ, തുറന്നില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ എൻജിനൊക്കെ കറക്റ്റായിട്ട് ഇന്ന് പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു പൈപ്പിൻ്റെ ഇത് കണക്ഷൻ പൊട്ടിപ്പോയി. ഇനിയിപ്പോൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ആ ഒരു പൈപ്പ് മാറ്റണം.
ഇവിടെ നമുക്കിവിടെ എൻജിൻ നമ്പറുണ്ട്. അതാണ്ട് ഇവിടെയാണ് നമ്മുടെ എൻജിൻ നമ്പറും ചേസ് നമ്പറും ഉണ്ട്. ഇതുണ്ടെങ്കിൽ തന്നെ നമ്മുടെ അകത്ത് എൻജിനിൽ നോക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വണ്ടികളിലും ഇപ്പോൾ നമ്മുടെ അംബാസിഡറൊക്കെ ആണെന്നുണ്ടെങ്കിലും പല വാഹനങ്ങളിലും എൻജിനൊക്കെ മെറ്റഡോറിൻ്റെയും വേറെയുള്ള ഇസൂസും അങ്ങനെയുള്ള എൻജിനും കാര്യങ്ങളും ഒക്കെ കയറ്റുന്നത് കൊണ്ട് ഈ ഒരു നമ്മുടെ ഇത് മാത്രമല്ല ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ എൻജിൻ്റെ നമ്പർ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് ഒത്തു നോക്കും. അതിനുശേഷം അവിടെ ഉണ്ടല്ലേ, അവിടെയും ഉണ്ട്. അപ്പോൾ ഈ ഒരു എൻജിൻ നമ്പറും ചേസ് നമ്പറും എല്ലാം നമുക്ക് ഈ പറയുന്നത് പോലെ കറക്റ്റായിട്ട് നോക്കും. അതിനുശേഷമാണ് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണം. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഇൻഡിക്കേറ്റർ, അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ്, ഹോണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ MVD പരിശോധിക്കും. അത്രയും തന്നെ ഉള്ളൂ. പിന്നെ നമ്മുടെ പൊല്യൂഷൻ്റെ പേപ്പറും എടുത്തിരിക്കണം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, ആന കാര്യമൊന്നുമില്ല. നിങ്ങളുടെ വണ്ടിയുടെ RC ബുക്ക് കൊണ്ട് നമ്മുടെ ഏറ്റവും എളുപ്പമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിത് ഒറ്റയ്ക്ക് പോയി ചെയ്യാം. ഇപ്പം നമുക്ക് ഈ സർവീസ് ചാർജ് കൊടുക്കാതെ നമുക്ക് വേണമെന്നുണ്ട് ഓൺലൈൻ സഹായം ഇല്ലാതെ ചെയ്യാം. പിന്നെ ഏജന്റുമാരുണ്ട്, അവരാകുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഫ്രീ ആയിട്ട് ചെയ്യാം. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒറ്റയ്ക്ക് ഇപ്പം ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ നമ്മൾ കളർ ചേഞ്ചിൻ്റെ കാര്യം പറഞ്ഞില്ല. കളർ ചേഞ്ച് നമുക്ക് 500 രൂപ ആയിട്ടുള്ളൂ. അപ്പം നമ്മുടെ കളർ ചേഞ്ചിന് 500 രൂപയേ ഉള്ളൂ. അപ്പം ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏജൻറ്റിൻ്റെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ചെറിയൊരു സർവീസ് ചാർജ് മാത്രമേ അവർ എടുക്കുന്നുള്ളൂ. ഇത് ഒരുപാട് പേർക്ക് പേടിയുള്ള കാര്യം, ഈ കളർ ചേഞ്ചിന് എങ്ങനെ സാധിക്കും, ഇത് അതൊക്കെ ഒരു പാടാണോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് എന്നോട് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട്. ഒന്നുമില്ല, നമ്മൾ മെനക്കെട്ട് 500 രൂപയുടെ ഫീസ് അടച്ച് നമുക്ക് ഏത് കളറിലോട്ടാക്കാം. കുറച്ച് RTOയുടെ പരിധിയിലുള്ള, അതായത് അവർക്ക് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കളർ കോഡുകളുണ്ട്. നമ്മുടെ ആർമി കളർ അങ്ങനെ കുറച്ച് നമ്മുടെ ഗവൺമെൻറ്റുമായിട്ടൊക്കെ നിൽക്കുന്ന ഇതൊക്കെ ഉണ്ട്. അല്ലാതെ നമുക്ക് ഈ കളർ ചേഞ്ചിന് നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഒരു 500 രൂപയുടെ ചിലവ് മാത്രമേ ഉള്ളൂ. പിന്നെ അകത്ത് ഇൻറ്റീരിയർ ഒന്നും കാര്യമായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ MVD നമ്മുടെ ഈ വണ്ടി കണ്ടപ്പോഴത്തേക്ക് തന്നെ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ അടുത്ത് ഒരു എല്ലാവരുടെ അടുത്തും കാണിക്കുന്നതിനേക്കാളും ഒരു പ്രത്യേക ബഹുമാനമാണ് കാണിച്ചത്. പിന്നെ നമ്മുടെ വണ്ടി മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ ആ ഒരു ടെസ്റ്റിൽ ആ ഒരു വിഷയമോ കാര്യങ്ങളോ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല. നമുക്ക് ടെസ്റ്റ് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ പാസ്സായി കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ രജിസ്റ്റേർഡ് അഡ്രസ്സിൽ തന്നെ നമ്മുടെ RC ബുക്ക് വണ്ടിയുടെ പേപ്പർ വരും. ബാക്കി നമ്മുടെ ഈ പറയുന്നത് പോലെ പിന്നെ അറിയാമല്ലോ നമ്മുടെ ഈ പിന്നെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുക്കണം. അത് ഇൻഷുറൻസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇൻഷുറൻസ് എടുത്തത് പിന്നെ ഏകദേശം 4000 രൂപയായി. അത് തേർഡ് പാർട്ടിയാണ് എടുത്തത്. തേർഡ് പാർട്ടി നമ്മുടെ വണ്ടിക്ക് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ലെയിം കിട്ടാൻ ഇപ്പോൾ ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തിട്ട് കാര്യമില്ല. വണ്ടിക്ക് ഇപ്പോൾ അതിനനുസരിച്ച് ക്ലെയിം എമൗണ്ട് ഒന്നും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മുടെ വണ്ടിക്ക് തേർഡ് പാർട്ടിയാണ്. അത് ഞാൻ പോളിസി ബസാർ വഴി എടുത്തത്. ഒരു 3000 രൂപയ്ക്ക് നമുക്ക് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ ഇൻഷുറൻസ് പേപ്പറും കാര്യങ്ങളും കിട്ടും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യമേ ഉള്ളൂ. ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലത്തേക്കുള്ള സുഹൃത്തുക്കളുണ്ടെന്നുണ്ടെങ്കിൽ ശരത്തിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ശരത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ ശരത്ത് എല്ലാ വണ്ടികളുടെയും ടെസ്റ്റും കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾക്ക് ഒരു സർവീസും കാര്യങ്ങളും ചെയ്തു തരും. അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെയും സെറാമിക്കിൻ്റെ ഇപ്പം അരുൺ ഇപ്പം നമ്മുടെ വണ്ടി ഇപ്പം നമ്മൾ നേരത്തെ വീഡിയോ ചെയ്യുമ്പോഴായിരുന്നു പലരും കാണുന്നത്. ഇപ്പം നമ്മുടെ വണ്ടിയും കൊണ്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് പേര് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം അതാണ്. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമായി. ആൾക്കാർ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ശരിക്കും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ ഇപ്പം നേരത്തെ വന്ന ചേട്ടന്മാരാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-15-20 മിനിറ്റ് ഇവിടെ നിന്ന് അതിനുശേഷമാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തത്. പ്രായമുള്ളവരാണ് നമ്മുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. പണ്ടത്തെ കാര്യങ്ങൾ അതിങ്ങനെ ചെയ്യും, അങ്ങനെ ഒരു ഐഡിയ നമുക്ക് ഷെയർ ചെയ്യും. ഓക്കെ, നേരത്തെ പുള്ളിയും നമ്മുടെ ഈ വണ്ടി കണ്ടിട്ട് പുതിയ വണ്ടി എടുക്കണം, അരുണിൻ്റെ നമ്പറും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ച് ഇതേപോലെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ലെവലിൽ എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും വണ്ടി കൊണ്ടുവരാം. നമ്മളത് നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ. പിന്നെ അരുണിനെ സംബന്ധിച്ചിടത്തോളം അരുണിനെ ഒരു വണ്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അരുണിൻ്റെ ഒരു കുട്ടിയെ പോലെ അരുൺ നല്ല രീതിയിൽ ആ വണ്ടിയെ നമുക്ക് ഇപ്പോൾ ഒരു അതിൻ്റെ 1 ഇയർ ആകുമ്പോഴത്തേക്കുള്ള ടോപ്പ് അപ്പിനാണെന്നുണ്ടെങ്കിൽ അരുൺ തന്നെ നിങ്ങളെ നേരിട്ട്, നിങ്ങൾ വന്നില്ലെങ്കിൽ അരുൺ വിളിച്ച് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. എനിക്ക് പ്രശ്നങ്ങളുള്ള വണ്ടികൾ അറിയാം. നമുക്ക് ഒരു തവണയെങ്കിലും നമ്മുടെ കസ്റ്റമർ പറയുമ്പം ഈ സൂക്ഷിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് വണ്ടിയെ. ഇതൊക്കെ ചെയ്താലും അവർ ടേക്ക് കെയർ ചെയ്യത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് വാഷ് ചെയ്യുന്ന രീതി കാര്യങ്ങളൊക്കെ. ഈ വാഷിംഗ് ഒന്നും ശ്രദ്ധിച്ചാൽ മതി. അല്ല ഈ ബ്ലാക്ക് വണ്ടി കളറുള്ള വണ്ടികളൊക്കെ ഒന്ന് വാഷിങ്ങിൽ ഇച്ചിരി ശ്രദ്ധിപ്പിക്കാനും മനസ്സിലായില്ല. നമുക്ക് പിന്നെ ചെറിയ സ്ക്രാച്ച് വീഴുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിഷമം. അതെ ഇപ്പം വേറൊന്നുമല്ല, ഈ ഒരു പെയിൻറ്റും കൂടെ അടിച്ചതിന് ശേഷം എന്താ അവിടെ ഇവിടെ വേറെ ഒന്നുമല്ല. നമ്മളിപ്പോൾ വാച്ച് ഇങ്ങനെ ഇട്ടിങ്ങനെ ഒന്ന് ഇത് വണ്ടി ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് ആരെങ്കിലും തൊടുമ്പോൾ തൊടലെന്ന് പറയാൻ പറ്റും. വേറെ ഒന്നുമില്ല, ഇപ്പോൾ വാച്ചിൻ്റെ ഒരു സ്ക്രാച്ച് വീണാൽ ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് എടുത്തറിയിക്കും. അപ്പോൾ സ്ക്രാച്ച് വീഴുമ്പോൾ നമ്മളെ നെഞ്ചത്ത് വീഴുന്ന ഓരോ പോറലും പോലെയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇനി ഒരുപാട് വിഷമിക്കാനൊക്കെ ഉള്ളത് ആ തട്ടയിലും മുട്ടലും ഒരേലും ഒക്കെ ഉള്ളത് ഇടയ്ക്കിടയിൽ കൊണ്ടുവരും കേട്ടോ, ടച്ച് ചെയ്ത് തരണേ.
അപ്പം നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട. 15 കൊല്ലം അല്ല 50 കൊല്ലം പഴക്കമുള്ള വണ്ടികൾ എടുത്തോ, വിൻറ്റേജ് വണ്ടികൾ എടുത്തോ. പിന്നെ 50 കൊല്ലത്തിന് ശേഷം ആകുമ്പോഴത്തേക്ക് വിൻറ്റേജ് സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത്. അപ്പോൾ 50 കൊല്ലമുള്ള വണ്ടി ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വിൻറ്റേജ് വെഹിക്കിൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ പറയുന്നത് പോലെ 15 കൊല്ലം അല്ല 20 കൊല്ലം കഴിഞ്ഞ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നതിനും അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. അപ്പം നമ്മുടെ ധൈര്യമായിട്ട് യൂസ്ഡ് കാർ എടുക്കുന്നവരും അംബാസിഡർ എടുക്കുന്നവരും എടുത്തോ. ടെസ്റ്റിങ്ങിന് എന്തൊക്കെയായാലും ഒരു പ്രശ്നമില്ല. ഈ ഓട്ടോ പിന്നെ ഈ ടെസ്റ്റിംഗ് ഫെസിലിറ്റി സെൻറ്റേഴ്സ് വരാത്തടത്തോളം കാലം നമ്മൾ പേടിക്കേണ്ട. അത് വന്നാലും നമുക്ക് പ്രശ്നമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റി സെൻറ്ററിൽ നമ്മൾ വണ്ടി കൊണ്ടുപോയിട്ട് 4 ചാൻസ് ഉണ്ട് നമുക്ക്. ഈ 4 ചാൻസും ഫെയിലായി കഴിഞ്ഞാൽ മതി. 4 ചാൻസൊന്നും ഒരിക്കലും ഫെയിലാകത്തില്ല. ഇപ്പോൾ ഫസ്റ്റ് ഇതിന് കൊണ്ടുപോകുമ്പോഴത്തേക്ക് തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ പറയും. ഫുള്ള് കമ്പ്യൂട്ടർ വഴി തന്നെ അറിയാം. എന്തൊരു മൈന്യൂട്ട് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും കമ്പ്യൂട്ടർ വഴി നമുക്ക് അതിനകത്ത് അവർ രേഖപ്പെടുത്തും. അത് കറക്റ്റ് ക്ലിയർ ആയതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ടെസ്റ്റ് പാസ്സാവും. അപ്പോൾ അതിന് 4 ചാൻസ് ഉണ്ട്. അപ്പോൾ 4 ചാൻസ് ഒന്നും വേണ്ട. കൂടിപ്പോയാൽ ഫസ്റ്റ് ചാൻസിൽ പോകുമ്പോൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ സെക്കൻഡ് ചാൻസിൽ നമുക്ക് ഇതാക്കി എടുക്കാം. അതൊക്കെ ഇനി എന്തൊക്കെയായാലും കേരളത്തിൽ നടപ്പായി വരണമെങ്കിൽ മിനിമം ഒരു 10 കൊല്ലമെങ്കിലും എടുക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതാണ്. ഇപ്പോൾ അത് സാധാരണ ഗവൺമെൻറ്റിന് അങ്ങനത്തെ ഫെസിലിറ്റി സെൻറ്റേഴ്സൊന്നും ഇടാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഇപ്പം ഡൽഹി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടെസ്റ്റിംഗ് ഫെസിലിറ്റി സെൻറ്റേഴ്സ് ഉണ്ട്. അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യ വ്യക്തികൾ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശാനുസരണം നടത്തുന്നതാണ്. അപ്പോൾ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഇവിടുത്തെ വണ്ടി സംസ്കാരം അറിയാമല്ലോ. നമ്മുടെ കേരളത്തിൽ ഇപ്പം ഡൽഹിയിലെ പോലത്തെയോ അങ്ങനെയുള്ള നിയമങ്ങളൊന്നുമല്ല. നമ്മളിവിടെ അവിടെ 15 കൊല്ലത്തിന് ശേഷമുള്ള ഡീസൽ വണ്ടികളും അങ്ങനെയൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏത് വണ്ടി വേണമെങ്കിലും ടെസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. അതിൽ ഡോണ്ട് വറി. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ശരത്തിൻ്റെ നമ്പറും കൊടുക്കാം. പിന്നെ നമ്മുടെ മിസ്റ്റർ ഗുബോട്ട് 2ാം കുറ്റി സെറാമിക്കും കാര്യങ്ങളും നമ്മുടെ വണ്ടി ഫുള്ള് റീസ്റ്റോർ ചെയ്ത് അടിപൊളിയാക്കി തന്നത് നമ്മുടെ അരുണാണ്. ഓഫറും കൂടെ പറയണ്ട. ഇനി നമ്മുടെ ഫെബ്രുവരി 14-ാം തീയതി നമ്മുടെ ഷോപ്പിൻ്റെ ഇനാഗുറേഷൻ്റെ ആണ്. നമ്മൾ 14-ാം തീയതിയാണ് ചെയ്തത്. അതിൻ്റെ ആനിവേഴ്സറിയാണ്. അപ്പം ഞാൻ ഇക്കയ്ക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് 3 കാറ്റഗറിയിലുള്ളത് ഹാച്ച് ബാക്ക്, XUV, അതേപോലെ തന്നെ സെഡാൻ. ഈ 3 കാറ്റഗറിയിലുള്ള പുതിയ വണ്ടികൾക്ക് നമ്മൾ 5 വർഷത്തെ പാക്കേജ്, അതായത് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന 5 വർഷത്തേക്കുള്ള പാക്കേജ് അത് ഇക്കയുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിന് ചെയ്യേണ്ട അതെന്താ ഫ്രീയാ? ഫ്രീ ആണ്. വണ്ടി ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും സെറാമിക്ക്. ചെയ്ത് കൊടുക്കും. അത് കൊള്ളാമല്ലേ ഐഡിയ അല്ല അത് അല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോഴത്തേക്ക് നീ 5 കൊല്ലം ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് എത്ര പേർക്ക് ചെയ്ത് കൊടുക്കും? ഒരാൾക്കല്ല. അതിൻ്റെ അകത്ത് പരിപാടി നമ്മുടെ ഇതിൽ കയറി ഒന്ന് വിസിറ്റ് ചെയ്യാം. നമ്മുടെ മിസ്റ്റർ ഗുബോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. മിസ്റ്റർ ഗുബോട്ട് ടീം അടിച്ചു നോക്കിയാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോളോ ലിസ്റ്റ് ഉണ്ട്. പിന്നെ രണ്ടാമത് നമ്മുടെ ഫേസ്ബുക്കിൽ മിസ്റ്റർ ഗുബോട്ട് സെർച്ച് ചെയ്യുമ്പോൾ കാണാം. ഞാൻ MLA വണ്ടിയായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അതിൽ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണം. ഒന്നും ചെയ്യണം. ഫോട്ടോ ഷെയർ ചെയ്യാം. ലൈക്ക് ഒന്നും വേണ്ട. ഫോട്ടോ. അപ്പോഴത്തേക്ക് ഈ പറയുന്നത് പോലെ അത് ഫെബ്രുവരി 14-ന് മുമ്പായിട്ട് നമ്മൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയാം. അപ്പോൾ അത് നമുക്കൊന്ന് തീരുമാനിച്ചിട്ട് നമുക്ക് കൊടുക്കാം. എന്തൊക്കെയായാലും എൻ്റെ ഒരു സബ്സ്ക്രൈബറിന് വണ്ടി 5 കൊല്ലത്തേക്ക് സെറാമിക്ക് ചെയ്തു തരാമെന്ന് ഏറ്റിട്ടുണ്ട് എന്നും പറഞ്ഞ് എല്ലാവരും കൂടെ വിളിക്കരുത്. നമ്മുടെ ഷോപ്പ് വിസിറ്റ് ആൻഡ് വിൻ എന്നുള്ള ആ ഒരു സംഭവമാണ്. നിങ്ങളെ വണ്ടി സെറാമിക്ക് ഒരു കൊട്ടേഷനും കാര്യങ്ങളും തരാം. അതിൽ നിന്ന് ഒരാൾക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാം. അത് എൻ്റെ സബ്സ്ക്രൈബറിന് മാത്രം, പുറത്തുനിന്നുള്ളവർക്കില്ല. ഇത് അങ്ങനെയാണെന്നുണ്ടായിരുന്നേ. നമ്മുടെ ടെസ്റ്റും എല്ലാം കഴിഞ്ഞ് വണ്ടി അടിപൊളിയായി. ഇനി നമുക്ക് ട്രിപ്പ് തുടങ്ങണ്ടേ? നീയും വരത്തില്ലേ കൂടെ? പിന്നെ തിരിച്ചു വരും. അപ്പോൾ ഞങ്ങളുടെ ഇനി ഏറ്റവും കയറാത്ത നമ്മൾ കയറും. അതെ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇതിനകത്തായിരിക്കും നമ്മുടെ കുഞ്ഞു ട്രിപ്പും കാര്യങ്ങളൊക്കെ കാണും. കണ്ടൻ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് കണ്ടൻറ് മേക്കറായിട്ട് നമ്മുടെ